നമസ്കാരം ശ്രീലെ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ശ്രീലെ, സാധാരണ കോടതി ഒരു പ്രതിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയാളെ ജയിലിലേക്ക് കൊണ്ടുവരും. ജയിലിൽ അയാളെ പാർപ്പിക്കും. അവിടെ എന്തെങ്കിലും ജോലി, അയാളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഒരു ജോലി കൊടുക്കും. എത്ര കാലമാണോ ശിക്ഷാവിധി, അത് 3 വർഷമോ 5 വർഷമോ 7 വർഷമോ ജീവപര്യന്തമോ എന്തോ ആകട്ടെ, അത്രയും കാലം അയാൾ ജയിലിൽ കഴിയും. അങ്ങനെയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഈ ജയിലിൽ താമസിക്കുന്ന അവസരത്തിൽ, ജയിലിൽ പാർക്കുന്ന അവസരത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവിടെ ഡോക്ടറുണ്ട്. ആ ചികിത്സ മതിയായില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ജയിലിന് വേണ്ടി പ്രത്യേകം പോലീസ് സെല്ലുണ്ട്, ആ സെല്ലിലേക്ക് മാറ്റും, അല്ലെ? പക്ഷേ ജയിലിലെ തടവുകാർക്ക് സുഖചികിത്സ നൽകുന്നു എന്ന് കേട്ടാൽ എന്താണ് തോന്നുക? ഇപ്പോഴിതാ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഒരു ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളിനെ, ഒരു കൊലക്കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളിന് കർക്കിടക സുഖചികിത്സ നൽകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വിവരം. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഒരു കൊലക്കേസ് പ്രതി, അതായത് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ആ കൊലക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ ഇപ്പോൾ കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം. അതായത് ആയുർവേദ കോളേജിലാണ് ഇപ്പോൾ 1 മാസമായിട്ട് സുഖചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലിൽ നീരുണ്ട് എന്ന നിസ്സാരമായ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സുഖചികിത്സയ്ക്ക് അയാളെ കൊണ്ടുപോയിരിക്കുന്നത്. നമുക്കറിയാം, ജയിലുകളിൽ പിടിച്ചിരുന്നത് എന്തിനാണ്? ഒരു കറക്ഷൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ സ്വഭാവം, അവരുടെ ക്രിമിനൽ മെന്റാലിറ്റി, അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കറക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ജയിലുകളിൽ കൊണ്ടുപോകുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഒരു പക്ഷേ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ മാനസികമായി ഉണ്ടാകുന്ന നമ്മുടെ പ്രശ്നങ്ങളും അതിൽ നിന്നാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു, നമ്മൾ കറക്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, നമുക്ക് പല രീതിയിലുള്ള തീരുമാനം ഉണ്ടാകുന്നത്. കേരളത്തിലെ ജയിലുകളിൽ അതിനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന്. കഴിഞ്ഞ 10-15 വർഷമായിട്ട്, 15 അല്ല 10-20 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ജയിലിലെത്തുന്ന പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ പ്രതികൾക്ക് വലിയ തരത്തിലുള്ള ആനുകൂല്യം കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാട്ടാനുള്ളത്, നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ, ആ പ്രതികൾക്കടക്കം അവർക്ക് അനധികൃതമായി പരോള് കിട്ടുന്നു, അവർക്ക് ഫോൺ കിട്ടുന്നു. കൊലക്കേസ് പ്രതികൾക്ക് പലപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്, വിവിധ ജയിലിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടായി. ഈ ജയിലുകളിലെല്ലാം അവർക്ക് വേണ്ടി പ്രത്യേക രീതിയിലുള്ള ലഹരിയാണെങ്കിൽ ലഹരി, അതുപോലെ തന്നെ ഈ ഫോണാണെങ്കിൽ ഫോണ്, അങ്ങനെ ഏത് തരത്തിലുള്ള ബ്യൂട്ടി പാർലർ പോലും ഉണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിലെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ അത്തരത്തിലുള്ള ബ്യൂട്ടി പാർലറിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക്, ഒരു ബ്യൂട്ടി പാർലറിലേക്ക് നേരിട്ട് പോയില്ലെങ്കിലും എല്ലാ ക്രീമുകളും അത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ജയിലിൽ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ കണ്ടാണ് അടുത്ത കാലത്ത് കാർണവർ വധക്കേസിലെ നേരത്തെ പ്രതിയായിരുന്ന, ഇപ്പോൾ അവര് ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി, അവിടെ പ്രതിയായിരുന്ന ഷെറിൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ പറ്റി നമ്മൾ ചർച്ച ചെയ്താണ്. അവര് ഒരു രാഷ്ട്രീയ നേതാവുമായി അടുത്ത ബന്ധമുള്ള, പത്തനാപുരത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അവരെ കറക്റ്റായി 14 വർഷമായപ്പോഴത്തേക്ക് അവരെ ശുപാർശ ചെയ്ത് പുറത്തിറക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അതിന് കാരണം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അവരെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം ഈ 14 വർഷത്തിൽ അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകാത്തൊരു സ്ത്രീയാണെന്ന് നമുക്കറിയാം. 13 വർഷത്തിലും 14 വർഷം എത്തുമ്പോൾ ഈ 14 വർഷത്തിലും അവർ വിവിധ ജയിലുകളിൽ പോയിട്ടുണ്ട്. അവിടെയുള്ളവരുമായി അടിയുണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് ജയിൽ മാറ്റിയാലും ആ ജയിലിലെല്ലാം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല നടപ്പിന് സാധാരണഗതിയിൽ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ ഇവിടെ വന്നു മാറ്റമുണ്ടായി എന്ന് കണ്ടാൽ പതുക്കെ തുറന്ന ജയിലിലേക്ക് മാറ്റും. തുറന്ന ജയിലിൽ അവർ എങ്ങനെയാണെന്ന് നോക്കും. നല്ല പ്രതികളെയൊക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രതികളെയൊക്കെ സാധാരണ തുറന്ന ജയിലിൽ, അവർ വലിയ പ്രശ്നം ഉണ്ടാക്കാത്തവരെയാണ് തുറന്ന ജയിലിലേക്ക് മാറ്റുന്നത്. തുറന്ന ജയിലിൽ നിന്ന് നോക്കി അത് കഴിഞ്ഞ ശേഷമാണ് ഈ പ്രതികളെയൊക്കെ ഒരു റിവ്യൂ വെച്ചുകൊണ്ട് അവരെ പുറത്തു വിടുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്, ഒരു കൊലക്കേസ് 6 പേരെ കൊന്ന ഒരു കൊലക്കേസിലെ പ്രതി ജോളി കൂടത്തായി ജോളി ഇപ്പോ ജയിലിൽ വരുന്നത് ജീൻസും ടോപ്പും ഒക്കെ അണിഞ്ഞാണ്. അവര് അന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, അവര് ഈ പുറത്തു നടക്കുന്ന കാലത്ത് പോലും സാരി ഉടുത്ത് വന്നുകൊണ്ടിരുന്ന അവര് ഇപ്പൊ ജീൻസും ടോപ്പും ഒക്കെ അണിഞ്ഞ് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ജയിലിലൊക്കെ വന്നിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ആരാണ് ഇവർക്ക് ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി നൽകുന്നത്? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലുകളിൽ? ഒരു വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുമ്പോൾ അവർ തന്നെ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവരിപ്പോ എന്തോ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. വിദ്യാഭ്യാസം പണ്ട് തൊട്ടേ ഉണ്ട്. അവിടെയുള്ളവർക്ക് വായിക്കാൻ, പഠിക്കാൻ, അവർക്ക് വേറെ ഈ ജയിലിലെ പണികൾ കഴിഞ്ഞാൽ പിന്നെ കുറെ സമയം അധികമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലർ വായിക്കും.
പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ കേസുകളിലെ ആൾക്കാർക്കൊക്കെയാണ്, രാഷ്ട്രീയം ബന്ധപ്പെട്ട് പോകുന്നവർക്കാണ് പുസ്തകവും അങ്ങനെ വായിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ അതെ, നൽകിയത്. എന്നാലും ഇപ്പോൾ വർത്തമാന പഠിക്കുന്ന പത്രങ്ങളൊക്കെ കിട്ടുന്നത് അവർക്കാണ്. കിട്ടുന്ന അങ്ങനെയുള്ളവർക്കായിരുന്നു. ഇപ്പോ പത്രം വായിക്കുന്നതിനോ അവർ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ, അവർ ലോകമായിട്ട് ബന്ധമില്ലാത്തവരാകണമെന്ന് അഭിപ്രായം എനിക്കില്ല. മാനസികമായി മാറ്റമുണ്ടാകുന്ന ഏത് പ്രതികളെയും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ബോൺ ക്രിമിനൽസ് പോലും മാറി വരാം. നമുക്കറിയാം ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ, നക്സൽ പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ മനപരിവർത്തനം വന്ന് മാറി വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ മുന്നിൽ തന്നെയുണ്ട്. നക്സലൈറ്റുകളായ പലരും ദൈവത്തിന്റെ പാതയിൽ പോലും സഞ്ചരിക്കുന്ന, ഈശ്വരപാതയിലേക്കും വിശ്വാസത്തിന്റെ പാതയിലേക്കും വന്നവർ പോലും ഉണ്ട്, നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയുള്ളവർ വന്നോട്ടെ, അതിനുവേണ്ടിയാണല്ലോ ജയില്. ഇവിടെ ജയിലിൽ പോയാൽ ഇതിനേക്കാട്ടിൽ കൂടുതൽ സൗകര്യങ്ങൾ, പുറത്തു നടക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ സൗകര്യങ്ങളും സാഹചര്യങ്ങളും, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റും, ചെറിയ ചെറിയ പണികൾ എടുത്താൽ അതിനകത്ത് ജീവിക്കാൻ പറ്റും, കഷ്ടപ്പെടേണ്ട, സാമ്പത്തിക കാര്യങ്ങൾ അറിയേണ്ട, അവിടെ നിന്ന് ഒരു തുക ഇങ്ങോട്ട് കിട്ടും, അവിടെ കള്ളും കഞ്ചാവും അടക്കം എന്ത് ലഹരി സാധനങ്ങളും കിട്ടും, അതൊക്കെ കിട്ടും. മറ്റേ ഇയാളൊക്കെ ഉണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സ്ത്രീയെ പിടിച്ചു. ആ സ്ത്രീയെ ഒരാളുടെ ബൈസ്റ്റാൻഡറായി വന്നതാണ്, ഞാൻ വായിച്ചൊരു വാർത്തയാണ്. ആ ബൈസ്റ്റാൻഡറായി വന്നവർ കഞ്ചാവുമായിട്ടാണ് വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ഭർത്താവിന് കൊടുത്തുവിടാനാണെന്ന് കഞ്ചാവ്. അവിടെ വരുന്ന ജയിലിൽ വരുന്ന ഏതോ പ്രതി വഴി കഞ്ചാവ് എത്തിക്കും. അപ്പൊ ഇത് ഇവർക്ക് ആരാണ് ഇയാളെ ജയിലിലേക്ക് അവിടെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്, ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്, അവിടെ മറ്റൊരാളുടെ ബൈസ്റ്റാൻഡറായി എത്തുന്നു. അപ്പൊ ഇത് എത്രമാത്രം പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ആരാണ് ഇവരെയൊക്കെ ഇത് അറിയിക്കുന്നത്? സ്വാഭാവികമായി നമുക്കൊരു സംശയമില്ല. വീട്ടിൽ ഇരിക്കുന്ന ജയിലിൽ കിടക്കുന്ന ഒരാൾ അയാളുടെ കൂടെയുള്ള ആൾ ആശുപത്രിയിലേക്ക് വരുന്നുവെന്നും ആ ആശുപത്രിയിൽ പോയാൽ മതിയെന്നും അവിടെ ഇവർ കൊടുക്കാമെന്നും, ഞാൻ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലേ, പോലീസിന്റെ സെക്യൂരിറ്റിയോട് കൂടിയല്ലേ അവിടെ പ്രതികൾ വന്ന് കിടക്കുന്നത്. അപ്പൊ ഈ പോലീസ് അറിയാതെയാണോ ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? ഈ കേരളത്തിലെ ജയിലുകളെല്ലാം ഇന്ന് കറപ്റ്റഡ് ആയിരിക്കുന്നു, ജയിൽ ഉദ്യോഗസ്ഥർ കറപ്റ്റഡ് ആയിരിക്കുന്നു. ഞാൻ സത്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 90% പോലീസ് ഉദ്യോഗസ്ഥർ, 10% സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 90% പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാർ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും രാഷ്ട്രീയക്കാർ അവർ പറയുന്നത് അനുസരിച്ച് ആക്ട് ചെയ്യാൻ നിർബന്ധിതരാവുകയുമാണ്. നമുക്കറിയാം ടി ജി മോഹൻദാസിന്റെ കേസ് സമ്മർദ്ദമാണ്. ഈ ടി ജി മോഹൻദാസിന്റെ കേസ് അടക്കം നോക്കിയാൽ അതിൽ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ, അതുകൊണ്ട് തന്നെയാണ് നോട്ടീസ് കൊടുക്കാതിരുന്നത്, അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് വലിയ ശിക്ഷിക്കാനോ തക്കതായ ഒരു കാര്യങ്ങളും അതിലില്ല. നിയമപരമായി നോക്കിയാൽ കുറെ വകുപ്പുകളൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് ഇത് കേസിൽ ശിക്ഷിക്കുകയോ ഒന്നുമില്ല. ഈ കേസ് നടത്തി വരുമ്പോൾ ഇതിൽ ഒന്നും ശിക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഞാനല്ല പോലീസല്ലേ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലരെ വേട്ടയാടുകയും ചിലരെ തലോടുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേതെന്നപോലെ ഇന്നത്തെ സർക്കാരും അത് പിന്തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയല്ലല്ലോ കേസെടുക്കേണ്ടത്. നിയമപരമായ നൂലാമാലകൾ നോക്കിയിട്ടല്ലേ കേസെടുക്കേണ്ടത്. ഒരു കാപ്പ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സുഗതന് നിയമപരമായ ഒരു കാര്യം പറഞ്ഞു കൊടുത്തതിന് ഉദ്യോഗസ്ഥ പുറത്താണ്. ആലോചിച്ച് നോക്കൂ. നിയമം അപ്പം അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരായി വരുന്നവർ എല്ലാവരും ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചില നീക്കങ്ങൾ. ഞാൻ തന്നെ പറയാം, എന്റെ മകള് ടെസ്റ്റ് എഴുതുമ്പോൾ ഞാൻ പറയും എന്തിനാണ് അങ്ങനെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നത്, ഒരു ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ എന്നെ പോലെ തന്നെ കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനും കാര്യങ്ങൾ പറയാനും കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എന്റെ മകൾ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്റെ മകൾ ഗവൺമെന്റ് സർവീസിൽ വന്നാൽ ആഴ്ചയിൽ ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കുന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ മകളോട് പറയുന്നത് നീ ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യേണ്ട എന്നുള്ളതാണ്. ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്താൽ ഇത് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. കാരണം ജീവിതകാലം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാമെന്നല്ലാതെ കോംപ്രമൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റൂ. അല്ലാത്തവർ നമുക്കറിയാം, സെബാസ്റ്റ്യൻ പോളിന്റെ സഹോദരി ഒരാളുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. അവരെ ഇതുപോലെയാണ്, അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ. ഇപ്പൊ രാജു നാരായണസ്വാമി എവിടെ, പ്രശാന്ത് എത്ര കാലം സർവീസിലുണ്ടായിരുന്നു, അദ്ദേഹത്തെ എത്ര കാലമാണ് ഇട്ട് തട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജോലി സത്യത്തിൽ ഞാൻ എന്റെ മകളെ നിരുത്സാഹപ്പെടുത്തും. ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ടായിരിക്കും ഒരു മകൾ ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ അല്ലെ ടെസ്റ്റ് എഴുതാൻ തുടങ്ങുമ്പോൾ അത് വേണ്ട മോളെ ചെയ്യണ്ട, അത് വേണ്ട എന്ന് പറയുന്ന ഒരു അമ്മ ആദ്യമായിട്ടായിരിക്കും. എനിക്ക് ഇതിന്റെ സാഹചര്യം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ ഗവൺമെന്റ് ജോലിയിൽ കയറിയാൽ ഉറപ്പായിട്ടും നിനക്ക് ആഴ്ചയിൽ ഒരു ട്രാൻസ്ഫർ കിട്ടും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവളും എന്നെ പോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു സ്ഥലത്തും തയ്യാറാവില്ല ആര് പറഞ്ഞാലും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സംബന്ധിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിലടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു മാസമായിട്ട് കർക്കിടകത്തിൽ സുഖചികിത്സയ്ക്ക് കൊണ്ടുപോയിരിക്കുക ഒരു പ്രതിയെ. ഇത് എവിടെയാണ് നടക്കുന്നത്?
ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയുന്നില്ല. അടിയന്തര സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു സ്റ്റേറ്റിൽ ഒരാളെ പ്രതിയാക്കപ്പെട്ടാൽ ആ പ്രതിക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാവുന്ന ആനുകൂല്യം നിയമം അനുസരിച്ച് ചെയ്യാൻ, ആഹാരം കൊടുക്കണം, അവർക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ആ സാഹചര്യങ്ങൾ നിയമം അനുസരിച്ച് കിട്ടാവുന്നതെല്ലാം കിട്ടണം, ഞാൻ അതിനെതിരല്ല. പക്ഷേ അനാവശ്യമായ ലക്ഷറിയും അനാവശ്യമായ സൗകര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുന്നില്ലേ? സ്ത്രീകളടക്കം പണ്ടൊക്കെ ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു. ആർക്കെങ്കിലും ഒരു പേടിയുണ്ടോ? ഒരു കേസിൽ അകപ്പെട്ട് പുറത്തു വരുമ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഓപ്പറേഷൻ തൂഫാൻ വലിയ രീതിയിൽ നടപ്പാക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഓപ്പറേഷൻ തൂഫാനിൽ ചെറിയ കുട്ടികളെ അടക്കം അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ഒരു 1-2 റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും വരികയാണ്. ഈ കുട്ടികൾ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണ്. അപ്പൊ ഈ കുട്ടികളെ നിന്ന് പിന്തിരിപ്പിച്ചു ജയിലിലേക്ക് പോകുന്നതിനേക്കാൾ വലിയ കുറ്റവാളികളായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി കൂടി ഇതിനകത്തുണ്ട്. ഉണ്ട്. ഇത്തരത്തിലുള്ളവർ തിരിച്ചു വരികയും വീണ്ടും ഈ കച്ചവടം ചെയ്യുകയും ഒരു പേടിയുമില്ല. 2, 3, 4 തവണ. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഒരു പെൺകുട്ടി, അവര് ജയിലിലേക്ക് പോകുന്നു. വീണ്ടും ഇപ്പൊ 3-4 കേസായി അവരുടെ പേരിൽ ഇതേ തന്നെ പീഡനം. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ കൊണ്ടുപോകുന്നവരെ ഈ ജയിലുകളിൽ 15 ദിവസം 15 ദിവസം കൗൺസിലിംഗ് കൊടുക്കുക, അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുക. വെറുതെ ഒരാളെ ശിക്ഷിച്ചാൽ മാത്രം മതിയോ? ജയിലുകൾ കറക്ഷൻ ഹോമുകളാണ്. കറക്ഷന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിനുള്ള നീക്കമാണ്. ജയിലുകൾ നവീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നവീകരിക്കാന്ന് വെച്ചാൽ മൊട്ടേമാലം കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ജയിലുകളിലെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്, ഇത് മുഴുവൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നവീകരണത്തിന്റെ സാധ്യതകൾ തേടണം ജയിലുകളിൽ. ഇല്ലെങ്കിൽ കൊലപാതകങ്ങളുടെയും ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇത്രേ ഉള്ളൂ എന്നുള്ള ധാരണ, ഏത് നിയമം ലംഘിച്ചാലും ഇത്രേ ഉള്ളൂ എന്നൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ആലോചിച്ചു, 6 പേരെ കൊന്ന കേസിലെ പ്രതി ജീൻസും ടോപ്പും ഇട്ട്, അവരുടെ വസ്ത്രധാരണത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് ആരാണ് ഈ ജയിലിൽ ഈ തരത്തിലുള്ള വസ്ത്രങ്ങൾ, വെസ്റ്റേൺ ഡ്രസ്സുകൾ വാങ്ങി നൽകിക്കൊണ്ട് അവരെ എങ്ങനെയാണ് ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? ജയിലിന് പുറത്തു വരുമ്പോ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു യുവതി, മുടിയൊക്കെ കെട്ടിവെച്ചാൽ ആ വിഷ്വൽ ഒന്ന് കാണേണ്ട വിഷ്വൽ തന്നെയാണ്. അപ്പോൾ ഈ ക്രിമിനൽ കേസുകളിൽ പെടുന്നവരെ നിങ്ങൾ മാറ്റിയെടുക്കാനുള്ള മാർഗമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ അവരെ വീണ്ടും പ്രതികളാക്കി മാറ്റാനുള്ള മാർഗമാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുറ്റവാളിയെ തീർച്ചയായിട്ടും അയാളിലെ കുറ്റവാസന, അത് ആണായാലും പെണ്ണായാലും, ആ പ്രതിയിലെ കുറ്റവാസന ഇല്ലാതാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനു പകരം സുഖസൗകര്യങ്ങൾ കൊടുത്ത് അവരെ വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ആ കുറ്റവാസനയ്ക്ക് ശക്തി കൂട്ടിക്കൊടുക്കുന്ന പ്രവർത്തനങ്ങളല്ല നമ്മുടെ ജയിലുകളിൽ ഉണ്ടാകേണ്ടത്. അത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടെ. ഇപ്പൊ തമിഴ്നാട്ടിലെ വിജയ് അവിടെ അധികാരത്തിൽ വന്നു, മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം എടുത്ത ഒരു തീരുമാനം, ജയിലിലെ ഈ മുട്ടയും ചിക്കനും ഒക്കെ കൊടുക്കുന്നത് അദ്ദേഹം വെട്ടിക്കുറച്ചു. എന്നിട്ട് പകരം സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം കുറെ കൂടെ വിപുലപ്പെടുത്തി. അതൊരു നല്ല നീക്കമാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്കൂളുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചു വളരട്ടെ. അത് സർക്കാർ തന്നെ അതിനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ, അല്ലെങ്കിൽ മുൻകൈ എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. അതേസമയം ഈ ജയിലുകളിൽ ഈ പറയുന്ന എല്ലാ സുഖസൗകര്യങ്ങളും മികച്ച ഭക്ഷണവും ഒക്കെ കൊടുത്ത് ഇവരെ പോറ്റി വളർത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഒരർത്ഥത്തിൽ, പരോക്ഷമായിട്ടെങ്കിലും നമ്മളൊക്കെ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരണം. ജയിലുകളിൽ എത്തുന്ന കുറ്റവാളികളെ മാറ്റാനുള്ള പ്രോസസ്, മാനസികമായി ഈ ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. അത് മാറ്റിയെടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. മറ്റ് അസുഖങ്ങളൊന്നുമല്ല, അത് ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് മാറ്റിയെടുക്കാനുള്ള മാർഗം കൗൺസിലിംഗ് ആണ് ഏറ്റവും പ്രധാനമുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇറച്ചിയും മീനും 5 ദിവസം, എല്ലാ ദിവസവും എനിക്കൊന്ന് ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്ത്, പണ്ടൊക്കെ ഗോതമ്പുണ്ടേ, ഇന്നിപ്പോ ഗോതമ്പുണ്ടൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം ഇങ്ങനത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ജയിലിലെ ഭക്ഷണ നവീകരണമല്ല, ഒരു ക്രിമിനലിന്റെ കുറ്റവാസന, ഭക്ഷണ നവീകരണമോ അല്ലെങ്കിൽ അവർക്ക് സുഖചികിത്സ കൊടുക്കുന്നതല്ല, ഒരു ക്രിമിനലിൽ ഉണ്ടാകുന്ന കുറ്റവാസനകളെ മാറ്റാൻ പറ്റുന്ന തരത്തിൽ കൗൺസിലിംഗ് അടക്കം നടത്തിക്കൊണ്ട് അവരുടെ മാനസികമായ നിലയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് അവിടെ പല രീതിയിലുള്ള കറക്ഷൻസ് ഉണ്ടാക്കേണ്ടത്. പൗരന്മാരുടെ, ക്രിമിനലുകളായ ആൾക്കാരുടെ ഇടയിൽ പൗരബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതിനുള്ള ഉത്തരവാദിത്തമാണ് ജയിലുകൾ കാണിക്കേണ്ടത്, മന്ത്രിമാർ കാണിക്കേണ്ടത്, അല്ലാതെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനല്ല. അങ്ങനെയാണ് വീണ്ടും ക്രിമിനലുകളുടെ താവളമായി മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തട്ടെ, എത്രയും വേഗം ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകട്ടെ. പ്രതികൾക്ക് സുഖചികിത്സയല്ല വേണ്ടത്, അവരിലെ കുറ്റകൃത്യ വാസന ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ ഗവൺമെന്റ്. നന്ദി, നമസ്കാരം.